SITയുടെ അന്വേഷണത്തിൽ 15 ലക്ഷം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി ആമുഖമായി ഗോവർദ്ധൻ്റെ നിന്ന് വാങ്ങിച്ചു എന്ന് മനസ്സിലായി. ക്യാഷായിട്ട് വാങ്ങിച്ചു. സ്വർണം വിറ്റേൻ്റെ ആയിരിക്കാം. പക്ഷേ ഗോവർദ്ധൻ ഇപ്പം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് അതിനകത്ത് 70 ലക്ഷത്തോളം രൂപ പണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ സംഖ്യയാണ്. പക്ഷേ ശബരിമലയിലെ നമ്മൾ നോക്കുമ്പോൾ അവിടെ UB ഗ്രൂപ്പ് കൊടുത്ത സ്വർണത്തിനകത്ത് നിന്ന് തീർച്ചയായിട്ടും എത്രത്തോളം സ്വർണം പതിപ്പിച്ചു എന്നൊരു കണക്ക് ഇപ്പോൾ ഉണ്ട്. ആ മഹസർ കിട്ടിക്കഴിഞ്ഞപ്പം 8384 ഗ്രാം സ്വർണത്തിൻ്റെ ഒരു മഹസർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെത്രത്തോളം റിക്കവർ ചെയ്തു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. റിക്കവർ ചെയ്ത പൈസ എവിടെ വിനിയോഗിച്ചു, ആരൊക്കെ ഷെയർ ചെയ്തു? ശബരിമലയിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഉൾപ്പെടെ മെമ്പേഴ്സുമാരും അവിടെയുള്ള സ്റ്റാഫും ദേവസ്വം ബോർഡിലെ അറിവുള്ള പലരും ഷെയർ കൈപ്പറ്റിയെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് ക്യാഷായിട്ടാണ് പറ്റിയിരിക്കുന്നത്. സ്വർണ്ണമായിട്ട് ആരും പറ്റിയിട്ടുണ്ടാവില്ല. സ്വർണം വിറ്റ് കിട്ടിയ പണം ഷെയർ ചെയ്തിട്ടുണ്ടാവും. അത് നല്ല സംഖ്യ കിട്ടിയിട്ടുണ്ട്. 70 ലക്ഷം രൂപ ഈ ഗോവർദ്ധൻ തന്നെ കൊടുത്തു എന്ന് പറഞ്ഞപ്പം ബാക്കിയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെ കൊണ്ട് വിറ്റു എന്നുള്ളതാണ്. ബാക്കിയുള്ളതിൻ്റെ കണക്ക് പറഞ്ഞേ വെക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ പൂശിയതിൻ്റെ കണക്കനുസരിച്ച് അവിടെ 8384 ഗ്രാം പൂശിയിട്ടുണ്ട്. ആ സാധനം മുഴുവൻ അവിടുന്ന് പോയി. പിന്നീട് ചില വ്യക്തികൾ, ശബരിമല ഭക്തന്മാർ, അവർ ദാനം ചെയ്ത കുറേ അധികം സ്വർണ്ണങ്ങൾ പല സ്ഥലത്തു നിന്നും വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആദ്യത്തെ മുഴുവൻ ഒറ്റയടിക്ക് മാറ്റിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2019 അത് മുഴുവൻ മാറ്റിയിട്ട് വേറെ പലരും കൊടുത്തിരിക്കുന്ന സ്വർണം പൂശിക്കൊണ്ടു ചെന്നത്. അതുകൊണ്ട് മൊത്തം 30 കിലോ സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതിലേക്കാണ് ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് 2 FIR അല്ലാതെ മറ്റ് FIRകൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതിനകത്ത് ഈ 2 FIRൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം അടുത്ത FIRലേക്ക് SIT പോകണം. ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ഏകദേശം 2 കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് അത് എന്നത്തേന് അതിൻ്റെ കുറ്റച്ചാർജ് കൊടുക്കും എന്നുള്ളൊരു ഹിൻഡ് SIT ഹൈക്കോടതിക്ക് കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്താനുണ്ട്, ബാക്കിയുള്ള സ്വർണ്ണങ്ങൾ റിക്കവർ ചെയ്യാനുണ്ടെന്ന് പറയുമ്പം തീർച്ചയായിട്ടും അടുത്ത ഡയറക്ഷൻ ഹൈക്കോടതിയുടെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലേ തന്നെ ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ രജിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട് FIR എടുക്കാനുള്ള സംവിധാനത്തിന്. അതുകൊണ്ട് 1-2 FIR നിൽക്കില്ല. ഇത് 1999 മുതൽ ഓരോരോ സന്ദർഭത്തിൽ ആരൊക്കെ മോഷ്ടിച്ചു, അതിൻ്റെ പിന്നാരെ അത് രണ്ടാമത്തെ പ്രതിയായിട്ട് വന്ന ആൾ തന്നെയാണ്, മുരാരി ബാബു തന്നെ ആയിരിക്കണം ഇതിൻ്റെ സ്വർണം മോഷ്ടിക്കുന്നത്. പക്ഷേ സ്വർണം മോഷ്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാശാക്കുമെന്നല്ലാതെ അത് സ്വർണ്ണമായിട്ട് ആരും വാങ്ങിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിടി വീഴും എന്നവർക്കറിയാം. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി കഴിയുമ്പം അതിൻ്റെ പണമായിരിക്കും മാറ്റുന്നത്. അതുകൊണ്ട് SIT അത് വളരെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഈ പ്രതികളുടെ ഇനി വരുന്ന പ്രതികൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകളിലൊന്നും അവരുടെ കയ്യിലെ സ്വർണ്ണം എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയത്ത് അവരുടെ കയ്യിൽ ക്യാഷായിട്ടാണ് വന്നിരിക്കുന്നത്. ആ വന്ന ക്യാഷ് എങ്ങനെ വന്നു, കൈ കൊണ്ട് കൊടുക്കുകയായിരുന്നോ, ബാങ്കിൽ കൂടെ നിക്ഷേപിക്കുകയായിരുന്നോ, അതോ അവരുടെ കെട്ടിട പണിയിൽ സഹായിക്കുകയാണോ ചെയ്തത്, അങ്ങനെ ആ പണം അവിടെ മുടക്കുകയാണോ, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ അന്വേഷിക്കുമ്പം സമയം ധാരാളം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ 2 കേസിൻ്റെ അന്വേഷണം ഏകദേശം 8 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട്, ഈ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ നവംബർ കൊണ്ട് ഏകദേശം തീർക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നാലെ വളരെയധികം FIR എടുക്കേണ്ടി വരും. കാരണം ശബരിമലയിൽ നിന്ന് ഓരോരുത്തരും സ്പോൺസർ ചെയ്ത സ്വർണ്ണങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ. പിന്നെ അവിടുത്തെ ജസ്റ്റിസ് ശങ്കരൻ അദ്ദേഹം അവിടെ വന്ന് സ്റ്റോർ മുറിയിലെ കണക്കെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് എത്രത്തോളം അവിടെ സ്റ്റോർ മുറിയിൽ റെക്കോർഡ് അനുസരിച്ച് ഗോൾഡ് വന്നു, ക്യാഷ് വന്നു, സാധനങ്ങൾ വന്നു, അതിൽ നിന്ന് എത്ര അവിടെ മിച്ചമുണ്ട്, ബാക്കി എങ്ങോട്ട് പോയി എന്നുള്ള സമാധാനം ഓരോരോ പ്രസിഡന്റുമാരും പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു തട്ടിപ്പ് 2 കേസിനകത്ത് ഒതുങ്ങും എങ്കിലും ബാക്കിയുള്ള കേസുകളുടെ പരമ്പര തന്നെ വരും. കാരണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയ മുഴുവൻ സ്വത്തുക്കളുടെയും കണക്കെടുത്തേ പറ്റുള്ളൂ. ജസ്റ്റിസ് ശങ്കരൻ അവിടെ വന്നു പോയത് അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം അവിടെ വന്നു ചേർന്ന ആ കണക്ക് ബുക്ക്
ആ രജിസ്റ്റർ അതിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അതിൽ എത്ര സാധനം അവിടെ മിച്ചയിരിപ്പുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. ബാക്കിക്ക് സമാധാനം പറയേണ്ടി വരും. ഓരോരോ കാലഘട്ടത്തിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ആ ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ പണം എങ്ങോട്ട് പോയി, ഏത് രാഷ്ട്രീയ പാർട്ടിയിലോട്ട് പോയി, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നേതാവിൻ്റെ കയ്യിലാണ് പോയത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ശബരിമല അയ്യപ്പൻ്റെ പണം കിട്ടിയവരെല്ലാവരും വലിയ വലിയ ഗൃഹങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആ പണത്തിൻ്റെ സോഴ്സ് കണ്ടെത്താൻ. അത് ശബരിമലയിലെ പൈസ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള അന്വേഷണം നീളുമ്പം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പലരും ഇതിനകത്ത് പ്രതികളാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.